നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രോഹിത്തിനെതിരെ ഭാര്യയായ സുസ്മിതയിൽ നിന്നും വധശ്രമം ഉണ്ടായതായി സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. കോടതിക്കുള്ളിൽ കളി വേണ്ട ചന്ദ്രബോസെ, വിവരം അറിയും. ചന്ദ്രബോസെ ആയതിനാൽ യുവർ ഓണർ ഒരു നിമിഷം. വിഷ്ണുട്ടൻ, ഓർഡർ ഓർഡർ. യുവർ ഓണർ എനിക്ക് സംസാരിക്കാനുണ്ട്. അയാളെ പിടിച്ചൊന്ന് മാറ്റൂ. യുവർ ഓണർ ഇങ്ങോട്ട് വരണം. ഇങ്ങോട്ട് വരണം. മിലോഡ്, പ്രോസിക്യൂഷൻ സാക്ഷികളുടെ പട്ടികയിൽ വിഷ്ണുവിനെ ഉൾപ്പെടുത്താൻ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കണം. ഇങ്ങോട്ട് വരണം. കൈ എടുക്കണോ? നിങ്ങളാരാ അത് പറയാൻ? കൈ എടുക്കണോ? വിഷ്ണുവിനെ പ്രോസിക്യൂഷൻ സാക്ഷിയാക്കുന്ന കാര്യത്തിൽ കോടതി ഒരു തീരുമാനം പറയട്ടെ, എന്നിട്ട് മതി കയ്യാങ്കളിയൊക്കെ. കേസിന്റെ വിധി വരട്ടെ, എന്നിട്ട് ഇയാളെ എനിക്കൊന്ന് വിശദമായി കാണാനുണ്ട്. മിലോഡ്, പ്രോസിക്യൂഷൻ മുൻകൂറായി സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്താത്ത ഒരാളെ ഒരു കാരണവശാലും പുതുതായി ചേർക്കാൻ അനുവദിക്കരുത്. പ്രോസിക്യൂഷൻ സാക്ഷികളുടെ പട്ടികയിൽ പ്രതിഭാഗത്തിന് അത് കിട്ടിയിട്ടുമില്ല. പട്ടികയിൽ ഇല്ലാത്ത സാക്ഷികളെയും പ്രോസിക്യൂഷന് വിസ്തരിക്കാം മിസ്റ്റർ അമീർ. അത് ജഡ്ജിയുടെ വിവേചന അധികാരമാണ്. ആ വിവേചനാധികാരം ഇതുവരെയുള്ള കീഴ്വഴക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ യുക്തിപൂർവ്വം വിനിയോഗിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. വിഷ്ണുവിനെ പ്രോസിക്യൂഷൻ സാക്ഷികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്ക് എന്ത് വാദമാണ് ഉന്നയിക്കാനുള്ളത്? വിഷ്ണുവിന് ഒരു തെളിവ് ഇവിടെ ഹാജരാക്കാനുണ്ട്. മിലോഡ്, ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ പാടില്ല. തെളിവ് ഹാജരാക്കാൻ സാക്ഷി പട്ടികയിൽ പേര് പോലും ചേർക്കാത്ത ഒരാളോ? മിലോഡ്, there are 3 golden principles of law of evidence. കോടതിയിൽ ഹാജരാക്കുന്ന തെളിവുകളെ പറ്റിയുള്ള 3 സുവർണ നിയമങ്ങൾ. Evidence must be confined to the matter in issue. Hearsay evidence must not be admitted. Best evidence must be given in all cases. തെളിവുകൾ കാര്യമാത്ര പ്രസക്തമായിരിക്കണം. കേട്ട് കേൾവികൾ തെളിവുകളായി സ്വീകരിക്കാൻ പാടില്ല. മൂന്നാമത്തേതും പരമപ്രധാനവുമായ നിയമം, കേസ് തെളിയിക്കാൻ ഉതകുന്ന മർമ്മപ്രധാനമായ തെളിവുകളായിരിക്കണം ഓരോ കേസിലും ഹാജരാക്കേണ്ടത്. അതാണിപ്പോ വിഷ്ണുവിന്റെ കയ്യിലുള്ളത്. അത് തന്നെയാണ് ഇപ്പോ വിഷ്ണുവിന്റെ കയ്യിലുള്ളത്. ബഹുമാനപ്പെട്ട കോടതിക്ക് ഒന്നുകിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തെളിവുകൾക്ക് നേരെ കണ്ണടയ്ക്കാം. വിഷ്ണുവിനെ പ്രോസിക്യൂഷന്റെ 8ാം നമ്പർ സാക്ഷിയായി കോടതി അംഗീകരിച്ചിരിക്കുന്നു. മിലോഡ്, ഇത് കോടതിയുടെ സമയം പാഴാക്കലാണ്. ഏതായാലും ഇത്രയും സമയം പാഴാക്കിയില്ലേ മിസ്റ്റർ അമീർ? ഇനി ഒരു 5 മിനിറ്റ് കൂടി പാഴായാലും ഒന്നും സംഭവിക്കാനില്ല. എന്ത് പൊട്ടത്തരമാണോ ഈ കാണിച്ചത്? അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഞാൻ അറിയണ്ടേ ആദ്യം. എന്റെ പൊന്നു വക്കീലേ, അത് പറയാൻ ഒരു സാവകാശം കിട്ടിയിട്ട് വേണ്ടേ? അത് കൈ വന്ന ശേഷം നിലം തൊട്ടിട്ടില്ല ഞാൻ.
വിഷ്ണുട്ടാ, രക്ഷപ്പെട്ടു. ജഡ്ജി അത് വിശദമായിട്ട് കാണുന്നുണ്ട്. സുസ്മിതയ്ക്ക് ജയിൽ ഉറപ്പായി. അർജുൻ, ഇതിനുള്ളിൽ എന്താണുള്ളത്? ഇത് തന്നെയല്ലേ എക്സിബിറ്റ് 1 ഹാജരാക്കിയിട്ടുള്ളത്? വിഷ്ണുട്ടാ, ആ വിഷ്വൽസ് പ്ലേ ചെയ്ത് നോക്കിയില്ലായിരുന്നോ? ശാലിനി പെൻഡ്രൈവ് എങ്ങനെയും കോടതിയിൽ എത്തിക്കാനുള്ള ഓട്ടത്തിലായിരുന്നില്ല ഞാൻ. അതിനിടയിൽ വിഷ്വൽസ് എവിടെ പ്ലേ ചെയ്ത് നോക്കാനാ? ഇതെന്താ ബോസെ, ആ പെൻഡ്രൈവിനുള്ളിൽ സുസ്മിത രോഹിതിനെ തള്ളിയിടുന്നത് അടക്കമുള്ള വിഷ്വൽസ് ഉണ്ടെന്നാണല്ലോ വിഷ്ണു പറഞ്ഞത്. അതിനുള്ളിലുള്ള എന്താണെന്ന് ഞാനും കണ്ടിട്ടില്ല അമീർ സാറേ. ആ വിജയൻ തന്ന പെൻഡ്രൈവ് എനിക്കൊന്ന് പ്ലേ ചെയ്യാൻ അവസരം കിട്ടുന്നതിന് മുമ്പ് ആ വിഷ്ണു ഒന്ന് വാങ്ങിക്കൊണ്ട് പോയില്ലേ? അപ്പോ നിങ്ങളുടെ കയ്യിൽ നിന്ന് 25 ലക്ഷം രൂപ പിടുങ്ങാൻ വിജയൻ നിങ്ങളെ കബളിപ്പിച്ചു എന്ന് വേണം കരുതാൻ. വിജയൻ ചതിച്ചെങ്കിൽ അത് നന്നായി. 25 ലക്ഷം രൂപ പോയെങ്കിലെന്താ? ഇനി ഇവരാരും പറയുന്നത് കോടതി വിശ്വസിക്കാൻ പോകുന്നില്ല. സാറേ, വീണ് കിട്ടിയ അവസരം കളയരുത്. ചുമ്മാ കയറിയ പൊളിച്ചെടുക്കുക സാറേ. അത് പിന്നെ പറയാനുണ്ടോ? മിലോഡ്, നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇത് കോടതിയുടെ വിലപ്പെട്ട സമയം പാഴാക്കാൻ മാത്രമേ ഉതകൂ എന്ന്. മിലോഡ്, നിരപരാധിയും നിഷ്കളങ്കയുമായ എന്റെ കക്ഷിയെ പ്രതി ചേർക്കാൻ ചില തൽപര കക്ഷികൾ ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനയാണിതെന്നതിന് ഇതിൽ പരം വിശദീകരണം ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ കക്ഷി സുസ്മിത നിരപരാധിയും നിഷ്കളങ്കയുമാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.